കുറച്ച് സെല്ലുകളുടെ ഒരു കളക്ഷനായിട്ടുള്ള ഭ്രൂണത്തെ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് നീക്കി കളയുന്നതിനാണോ നിങ്ങൾ ഈ അബോർഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത്ര വലിയ പാതകമായിട്ടൊക്കെ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ ഭ്രൂണം നമ്മൾക്ക് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു മനുഷ്യജീവനാകുന്നത്? അതിന് അറ്റ്ലീസ്റ്റ് ഹൃദയവും തലച്ചോറും ഒക്കെ വേണ്ടേ? വേദന പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭ്രൂണത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ ഇത്ര കാര്യമായിട്ട് എടുക്കണം? ഈ ഭ്രൂണമൊക്കെ കണ്ട ഒരു മനുഷ്യക്കുഞ്ഞിന്റെ രൂപം പോലും ഇല്ല. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഒരാളെ മനുഷ്യനായി കണക്കാക്കുന്നത് അയാളുടെ രൂപവും തലച്ചോറിന്റെ പ്രവർത്തനവും വേദന തിരിച്ചറിയാനുള്ള കഴിവൊക്കെ നോക്കിയിട്ടാണെന്നാണ്? അങ്ങനെയല്ല എടാ, നിനക്കുള്ള പോലത്തെ ഇത്തരം ചിന്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും പല സമയങ്ങളിൽ മനുഷ്യജീവന്റെ വര വരയ്ക്കുന്നത്. മനുഷ്യജീവന്റെ വരെ ചില രാജ്യങ്ങളിൽ ആദ്യത്തെ 3 മാസം വരെ കുഞ്ഞിനെ കൊല്ലാം, ചിലയിടത്ത് അത് 4.5 മാസമാണ്, ചിലയിടത്ത് 6 മാസം വരെ കൊല്ലാം. കാനഡയിലെ നിയമം അനുസരിച്ച് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും, പ്രസവത്തിന് തൊട്ട് മുമ്പ് പോലും അമ്മ ആവശ്യപ്പെടുകയാണെങ്കിൽ കുഞ്ഞിനെ കൊല്ലാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കൊല്ലുന്നത് അമ്മയുടെ വയറിന്റെ ഉള്ളിൽ വെച്ചാവണമെന്ന് മാത്രം. അത് കുറച്ച് ക്രൂരായിപ്പോയി. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. മനുഷ്യജീവിതം ആരംഭിക്കുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞ് പലരും പലയിടത്ത് ആ വര വരയ്ക്കുന്നു എന്ന് മാത്രം. നീ എവിടെ വരയ്ക്കുന്നത്? എപ്പോഴാണ് അമ്മയുടെ ഉദരത്തിലെ കുഞ്ഞ് നമ്മളൊക്കെ ബഹുമാനിക്കേണ്ട ഒരു മനുഷ്യജീവനാകുന്നത്? ഏത് മാസത്തിൽ, ഏത് ദിവസത്തിലാണ്? ആ ദിവസത്തിലെ ഏത് നിമിഷത്തിലാണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. നിനക്കെന്നല്ല, ആർക്കും ഇങ്ങനെ ചോദിച്ച ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഒരു സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും കൂടി ചേരുന്ന നിമിഷത്തിൽ തന്നെ നാം എല്ലാവരും ബഹുമാനിക്കേണ്ട ഒരു മനുഷ്യജീവൻ ആരംഭിക്കുകയാണ്. അവിടെ അല്ലാതെ എവിടെ നീ ആ വര വരച്ചാലും അതിനെ യുക്തി കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല.